ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ അഭിജ്ഞാന ശാകുന്തളത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ശാകുന്തളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേ ആണ്. ഇത് എഴുതിയിട്ടുള്ളത് കാളിദാസനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാളിദാസൻ്റെ ഈ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നാടകം അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ആർതർ വില്യം റൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫസറാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു സാൻസ്ക്രിറ്റ് പ്രൊഫസറാണ്. അപ്പോൾ നമുക്ക് ഈ ലെസൺ അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ശാകുന്തളം എന്നുള്ള ലെസൻ്റെ ആക്ട് 1. നമ്മൾ പറയില്ലേ മലയാളത്തിൽ രംഗം 1 എന്നൊക്കെ, അപ്പോൾ അതുപോലെ ആക്ട് 1 ആണ്. അപ്പോൾ ഈ ആക്ട് 1 ഒരു ദി ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് വേട്ട എന്ന് നമ്മൾ മലയാളത്തിൽ പറയാം. ഹണ്ട് എന്ന് പറഞ്ഞാൽ വേട്ടയാടാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഡ്രമറ്റൈസ് പേഴ്സൺ, അതായത് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ക്യാരക്ടേഴ്സ് നമ്മൾ പറയില്ലേ കഥാപാത്രങ്ങളെന്ന്. അപ്പോൾ ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നാണ് ഫസ്റ്റ് പറയുന്നത്. അതായത് ആദ്യം ദുഷ്യന്ത മഹാരാജാവ്, പിന്നെ സാരഥി, പിന്നെ ശകുന്തളയും കണ്വമഹർഷി. അതായത് ശകുന്തള എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, കണ്വമഹർഷിയുടെ ദത്തുപുത്രിയാണ്. പിന്നെ ശകുന്തളയുടെ 2 തോഴിമാർ, അവരാണ് അനസൂയ, പ്രിയംവദ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതാണ് ഫസ്റ്റ് നമ്മുടെ ഡ്രാമയുടെ എൻട്രി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ദുഷ്യന്തനും അതുപോലെ തന്നെ ഒരു മാനും തമ്മിലുള്ള ഒരു ടൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്, ദുഷ്യന്ത ആൻഡ് ദി ഡീർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ എന്താ, എൻറ്റർ ഇൻ എ ചാരിയറ്റ് അല്ലേ. അതായത് ഈ മഹാരാജാവ് ഒരു എന്താ പറയുക, അമ്പും വില്ലൊക്കെ പിരിച്ചിട്ട് സാരഥി, അത് സാരഥി എന്ന് പറഞ്ഞാൽ ചാരിയറ്റിയർ, അതായത് ഈ രഥം ഓടിക്കുന്ന ആൾ. അപ്പം അയാളുടെ കൂടെ ഒരു മാനിനെ പിന്തുടർന്നുകൊണ്ട് ഈ ഒരു രംഗത്തേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള പോർഷൻ. അതായത് എൻറ്റർ ഇൻ എ ചാരിയറ്റ് പെർസ്യൂയിങ് എ ഡിയർ, കിങ് ദുഷ്യന്ത, ബോ ആൻഡ് ആരോ ഇൻ ഹാൻഡ് ആൻഡ് ദ ചാരിയറ്റിയർ. അപ്പം പറഞ്ഞ പോലെ തന്നെ ചാരിയറ്റിയർ, അതായത് സാരഥിയും ഒത്തിട്ട് ഇവരൊരു രഥത്തിൽ അമ്പും വില്ലൊക്കെ എടുത്തിട്ട് പ്രവേശിക്കുന്നതായിട്ടാണ് നമ്മുടെ രംഗം 1. ഇനി ചാരിയറ്റിയർ, അപ്പോൾ ചാരിയറ്റിയർ പറയാണ് ആരോട്, രാജാവിനോട് പറയാണ്. അതായത് രാജാവിനെയും മാനിനെയും നോക്കിക്കൊണ്ടാണ് രാജാവ് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്, യുവർ മെജസ്റ്റി ഐ സീ യു ഹണ്ട് ദ സ്പോട്ടഡ് ഡീർ. എന്താ പറഞ്ഞത്, യുവർ മെജസ്റ്റി അല്ലേ. രാജാവിനെ പോയിട്ട് എടോ ഇങ്ങോട്ട് നോക്കുന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. രാജാവിനൊക്കെ വളരെ റെസ്പെക്റ്റ് കൊടുത്തിട്ട് വേണം സംസാരിക്കാൻ. അപ്പോൾ രാജാവിനോട് ഇങ്ങോട്ട് നോക്കുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രാജാവിനെ അഡ്രസ്സ് ചെയ്യുന്നതാണ് യുവർ മെജസ്റ്റി അല്ലേ. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, തിരുമനസ്സേ എന്നൊക്കെ വിളിക്കില്ലേ, അങ്ങനെ പ്രഭോ അങ്ങനെയൊക്കെ വിളിക്കില്ലേ. അപ്പോൾ അതുപോലെ വിളിക്കുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്, അങ്ങ് അമ്പുകളൊക്കെ ആയിട്ട് ഒരു പുള്ളിമാനിനെ വേട്ടയാടുന്നത് ഞാൻ കാണുന്നു. അവൻ്റെ ഓട്ടം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങ് ഈ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. എന്താ, ഐ സീ യു ഹണ്ട് ദ സ്പോട്ടഡ് ഡീർ വിത്ത് ഷാർപ്സ് ടു എൻഡ് ഹിസ് റൈസ് അല്ലേ, എൻഡ് ഹിസ് റേസ്. ഓക്കെ, നമ്മൾ എന്താ പറയുന്നത്, റേസ് എന്ന് പറഞ്ഞാൽ ഓട്ടം. അപ്പോൾ എൻഡ് ഹിസ് റേസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാനിൻ്റെ ഓട്ടം അവസാനിപ്പിക്കാൻ വേണ്ടി എന്താണ് ആരോ ഉപയോഗിച്ചിട്ട് അമ്പ് ചെയ്യാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാജാവ് അല്ലേ. അപ്പോൾ അതാണ് ആ സിറ്റുവേഷൻ കേട്ടോ. അപ്പോൾ കിങ് എന്ത് പറഞ്ഞു, കിങ് പറഞ്ഞു, ചാരിയറ്റിയർ ദി ഡീർ ഹാസ് ലെഡ് us a long chase and even now his neck in beauty bends as backward looks he sets.
at my pursuing car that threatens death from far. അപ്പം എന്താ പറഞ്ഞത്? രാജാവ് പറയാണ്, സാരഥി, ഈ മാൻ നമ്മളെ ഒരുപാട് ദൂരം പിന്തുടരാൻ നിർബന്ധിതനാക്കി അല്ലേ? അതെന്താ, അത്രയും സ്പീഡിലാണ് അത് ഓടുന്നത്. ഇപ്പോൾ പോലും, അതായത് ഈ ഒരു സമയത്ത് പോലും അവൻ പിന്നിലേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ദൂരെ നിന്ന് മരണഭീഷണി ഉയർത്തിക്കൊണ്ട് പിന്തുടരുന്ന അദ്ദേഹത്തിൻ്റെ രഥത്തിലേക്ക് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ കഴുത്ത് വളരെ സുന്ദരമായിട്ട് വളയുന്നുണ്ട് അല്ലേ? പിന്നെന്താ? ഫിയർ ഷ്രിങ്സ് ടു ഹാഫ് ദ ബോഡി സ്മോൾ. അപ്പം എന്താ? ഭയം കൊണ്ട് പേടി കൊണ്ട് അവൻ്റെ ശരീരം എന്താവുന്നു? ഹാഫായിട്ട് ചുരുങ്ങിപ്പോകുന്നു. സീ ഹൗ ഹി ഫിയേഴ്സ് ദ ആരോസ് ഫോൾ അല്ലേ? അപ്പം എന്താ പറയുന്നത്? ഭയം കൊണ്ട് ബോഡി പകുതിയായി ചുരുങ്ങുന്നു. അമ്പ് തറയ്ക്കുമെന്ന് അവൻ എങ്ങനെ ഭയപ്പെടുന്നു എന്ന് നോക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ടോ പിന്നെന്താ? പിന്നെയുണ്ട്. ദി പാത്ത് ഹി ടേക്സ് ഈസ് സ്ട്രൂഡ് വിത്ത് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ഹാവ് ച്യൂഡ്. അതായത് അത് പോകുന്ന വഴിയിലൊക്കെ എന്തുണ്ട്? അവൻ പകുതി ചൂ ചെയ്തിട്ടുള്ള പുല്ലുകളൊക്കെ ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. സ്ട്രൂഡ് എന്ന് പറഞ്ഞാൽ ചിന്നിച്ചിതറി കിടക്കുക കേട്ടോ. പിന്നെയോ, ഹി ലീവ്സ് സോ ഓഫൺ ആൻഡ് സോ ഹൈ ഹി ഡസ് നോട്ട് സീംസ് ടു റൺ ബട്ട് ഫ്ലൈ അല്ലേ? അപ്പം എന്താ പറയുന്നത്? അവൻ വളരെ ഉയരത്തിൽ എന്ത് ചെയ്യുന്നു? കുതിച്ച് ചാടുന്നു. ഇടയ്ക്കിടയ്ക്ക് കുതിച്ച് ചാടുന്നുണ്ട്. അപ്പോൾ അവൻ വളരെ ഉയരത്തിൽ ചാടുന്നു. അപ്പോൾ അത് കണ്ടിട്ട് രാജാവ് പറയുന്ന അവൻ ഓടുന്നതായല്ല, പിന്നെന്തായിട്ടാ? അവൻ പറക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അങ്ങനെയാ പറയുന്നത്. പിന്നെയോ എന്ത് ചെയ്യും? അവനെ എത്ര പെർസ്യൂ ചെയ്താലും, അതായത് പെർസ്യൂ ആസ് ഐ മേ ഐ ക്യാൻ ഹാർഡ്ലി കീപ് ഹിം ഇൻ എ സൈറ്റ്. അതായത് എത്ര അവനെ ചേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ പിന്തുടർന്നിട്ടും അവനെ എനിക്ക് എന്തുപോലെ കാണുന്നത്? വളരെ ചെറുതായിട്ട്, വളരെ നേരിയ രീതിയിൽ മാത്രമേ എനിക്ക് അവനെ കാണാനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചാരിയറ്റിയർ എന്താ പറഞ്ഞ്? യുവർ മെജസ്റ്റി, ഐ ഹാവ് ബീൻ ഹോൾഡിംഗ് ദ ഹോഴ്സ് ബാക്ക് ബിക്കോസ് ദ ഗ്രൗണ്ട് വാസ് റഫ്. ദിസ് ഗേവ് ദ ഡീർ എ ലീഡ്. Now we are on the level ground and you will easily take over him അല്ലെങ്കിൽ overtake him അല്ലേ? അതായത് എന്താ പറഞ്ഞത്? ആൻഡ് യു വിൽ ഈസിലി ഓവർടേക്ക് ഹിം. അതായത് അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, തിരുമനസേ, നിങ്ങൾ ഈ ഒരു, അതായത് അദ്ദേഹം പറയാണ്, ഞാൻ എങ്ങനെയാണ് വണ്ടി ഓടിച്ചെന്നാണ് പറയുന്നത്? രഥം എങ്ങനെ ഓടിച്ചു? റഫ് ആയതുകൊണ്ട്, നിലം റഫ് ആയതുകൊണ്ട് ഞാൻ വളരെ പതുക്കെയായിരുന്നു, അല്ലെങ്കിൽ കുതിരകളെ പിന്നോട്ട് പിടിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ സ്പീഡ് കുറയ്ക്കായിരുന്നു, ഇല്ലെങ്കിൽ ഇതെവിടെയെങ്കിലും വീണു പോവില്ലേ? അപ്പം നിലം റഫായതുകൊണ്ട് കുതിര സ്പീഡിൽ ഓടിപ്പോവാതിരിക്കാൻ ഞാൻ പുറകോട്ട് പിടിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അത് എന്ത് ചെയ്തു? അപ്പം മാനിന് സ്പീഡിൽ ഓടാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്താണ്? നിരപ്പായ സ്ഥലത്തെത്തി. ഇനിയിപ്പോൾ അവനെ വേഗം പിടിക്കാമെന്നാണ് ചാരിയറ്റിയർ പറഞ്ഞത്. അപ്പോഴോ ഒരു വാണിംഗ് അല്ലേ? അപ്പോൾ എന്താ ഇത് നടക്കുമ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ഒരു വാണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കിട്ടുകയാണ് അവർക്ക് അല്ലേ? അപ്പോൾ അരങ്ങിൽ നമ്മുടെ ഈ സീനറിയുടെ അല്ലെങ്കിൽ ഈ ഇതൊരു നാടകമല്ലേ? അപ്പം അതിൻ്റെ പുറകിൽ നിന്ന്, കർട്ടൻ്റെയൊക്കെ പുറകിൽ നിന്ന് ഒരു വാണിംഗ് വരികയാണ്. എന്താ വാണിംഗ് എന്ന് പറയുമോ? ഈ വോയിസ് ബിഹൈൻഡ് ദ സീൻ അല്ലേ? എന്താ വരുന്നത്? ഓ കിങ്, ദിസ് ഡിയർ ബിലോങ്സ് ടു എ ഹെർമിറ്റേജ് ആൻഡ് മസ്റ്റ് നോട്ട് ബി കിൽഡ്. എന്താ പറഞ്ഞത്? ഓ രാജാവേ, ഈ മാൻ എന്താണ്? ഒരു ആശ്രമത്തിലെ മാനാണ്, അതിനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴോ അപ്പോൾ ചാരിയറ്റിയർ പറഞ്ഞു, ലിസണിങ്, ശ്രദ്ധിച്ചുകൊണ്ട്, യുവർ മെജസ്റ്റി, ഹിയർ ആർ 2 ഹെർമിറ്റ്സ് who have come to save the deer just when your arrows were about to fall അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? തിരുമനസേ, ഇവിടെ 2 സന്യാസിമാർ
അങ്ങയുടെ അമ്പു തറയ്ക്കാൻ പോകുന്ന സമയത്ത് എന്തിനു വന്നിരിക്കുന്നു? മാനിനെ രക്ഷിക്കാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴോ കിങ് പറഞ്ഞു, എന്താ കിങ് പറഞ്ഞത്? ഹേസ്ലി സ്റ്റോപ്പ് ദ ചാരിയറ്റ്, അല്ലേ? വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ തിടുക്കത്തിൽ അദ്ദേഹം എന്ത് പറഞ്ഞു? രഥം നിർത്തൂ എന്ന് പറഞ്ഞു. അപ്പോൾ സാരഥി എന്താ പറയുന്നത്? ചാരിയറ്റിയർ എന്താ പറഞ്ഞു? യെസ് യുവർ മജസ്റ്റി, അല്ലേ? അദ്ദേഹം എന്ത് പറഞ്ഞു? ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു എന്നറിയോ? ഹീ ഡസ് സോ, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ട് എൻറ്റർ എ ഹെർമിറ്റ് വിത്ത് ഹിസ് പീപ്പിൾ. അപ്പോൾ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ, ശിഷ്യൻ. അപ്പോൾ സന്യാസി എന്ത് ചെയ്തു എന്നറിയോ? ആ രഥത്തിൽ നിന്ന് സന്യാസി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ശിഷ്യൻ്റെ കൂടെ അവിടേക്ക് വരികയാണ്. അപ്പോൾ സന്യാസി അതായത് ഹെർമിറ്റ് ലിഫ്റ്റിംഗ് ഹിസ് ഹാൻഡ്, കൈ പൊക്കി. എന്നിട്ട് എന്താ പറഞ്ഞ്? ഓ കിങ്, ദിസ് ഡിയർ ബിലോങ്സ് ടു ദ ഹെർമിറ്റേജ്. എന്താ പറഞ്ഞ്? രാജാവേ, ഈ മാൻ എന്താണ്? ഞങ്ങളുടെ ഹെർമിറ്റേജ്, അതായത് അവരുടെ ആശ്രമത്തിലുള്ള എന്താ ഡീറാണെന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ചു കാര്യങ്ങൾ ചോദിക്കുകയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വൈ ഷുഡ് ഹിസ് ടെൻഡർ ഫോം എക്സ്പയർ ആസ് ബ്ലോസം പെരിഷ് ഇൻ ദ ഫയർ? How could that gentle life endure? The deadly arrow sharp and sure. Restore your arrow to the quiver. To your weapons lend, the broken-hearted to deliver, not strike the innocent. എന്താ പറയുന്നത്? അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്, അല്ലേ? എന്തൊക്കെയാ ചോദിക്കുന്നത്? നമുക്ക് നോക്കാം. ഈ അതായത് രാജാവിനോട് ചോദിക്കുകയാണ്, ഇത്ര മൃദുലമായ ഈ രൂപം, ടെൻഡർ എന്ന് പറഞ്ഞാൽ മൃദുലം അല്ലെങ്കിൽ ഇളയ, ഈ ഫോം എന്ന് പറഞ്ഞാൽ രൂപം, അല്ലേ? ഈ മൃദുലമായ ഈ ഒരു രൂപം എന്തിനവസാനിപ്പിക്കണം അല്ലെങ്കിൽ എന്തിനവസാനിക്കണം? എന്തുപോലെ? പൂക്കൾ അഗ്നിയിൽ നശിക്കുന്നു. ഇപ്പോൾ വിരിഞ്ഞൊരു പൂവ് ഫയറിൽ നശിക്കുന്ന പോലെ എന്തിനാണ് ഇത്രയും ഈ ചെറിയൊരു മാൻകുട്ടിയെ കൊല്ലുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ മാരകവും മൂർച്ചയുള്ളതുമായ അമ്പിനെ ആ എന്താ പറയുക, സൗമ്യമായ അല്ലെങ്കിൽ ആ ഒരു സൗമ്യമായ ജീവൻ എങ്ങനെ സഹിക്കും? ജെൻറ്റിൽ ലൈഫ്, അല്ലേ? ജെൻറ്റിൽ ലൈഫ് എങ്ങനെയാണ് ഈ ഇത്രയും ഡെഡ്ലി ആരോ, അതായത് ഇത്രയും മൂർച്ചയുള്ള ഈ അമ്പിനെ ഇങ്ങനെ സഹിക്കാൻ പറ്റും? അതിൻ്റെ മേൽ തട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ സഹിക്കാൻ കഴിയും? എന്നിട്ട് എന്താ പറഞ്ഞത്? റീസ്റ്റോർ യുവർ ആരോ, അല്ലേ? ആരോ നിങ്ങൾ തിരിച്ചു വയ്ക്കൂ. എവിടേക്ക്? ആവനാഴി അല്ലെങ്കിൽ ഈ അമ്പൊക്കെ വെച്ചിട്ടുള്ള കൊട്ട, അതായത് അതിന് പറയാം ആവനാഴി. ആവനാഴിയിലേക്ക് നമ്മൾ തിരികെ ഇടൂ എന്ന് പറഞ്ഞു. എന്നിട്ടോ പിന്നെ എന്ത് പറഞ്ഞു? അങ്ങയ്ക്ക് ആയുധങ്ങൾ നൽകപ്പെട്ടത് ഹൃദയം തകർക്കുന്നവരെ മോചിപ്പിക്കുവാനാണ്, അല്ലാതെ എന്താണ്? ഹൃദയം നൽകപ്പെട്ടത് ഹൃദയം തകർന്നവരെ മോചിപ്പിക്കാനാണ്, അല്ലാണ്ട് നിഷ്കളങ്കരെ അല്ലെങ്കിൽ ഇന്നസെൻ്റായ ആളുകളെ പ്രഹരിക്കുവാൻ അല്ലെങ്കിൽ അടിക്കുവാൻ അല്ലെങ്കിൽ എന്താ പറയുക സ്ട്രൈക്ക് ചെയ്യാൻ, അവരെ സ്ട്രൈക്ക് ചെയ്യാനല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഹൃദയം തകർന്നവർക്ക് അവരെ മോചിപ്പിക്കാനാണ്, വിഷമമുള്ളവരെ സഹായിക്കാനാണ്, അല്ലാതെ എന്തല്ല ഇന്നസെൻറ്റിനെ ഉപദ്രവിക്കാനല്ല എന്നാണ് അവർ പറഞ്ഞത്, അതായത് ആ ഹെർമിറ്റ് പറഞ്ഞത്. അങ്ങനെ ഹെർമിറ്റ് ഇത് പറഞ്ഞപ്പോൾ രാജാവ് ബോയിങ് ലോ, എന്നിട്ടോ ഇറ്റ് ഈസ് ഡൺ ഹീ ഡസ് സോ, അതായത് എന്ത് പറഞ്ഞു? അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ട്, ബോയിങ് ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുമ്പിട്ടുകൊണ്ട്, അതായത് വണങ്ങിക്കൊണ്ട്, അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതുപോലെ തന്നെ ചെയ്തു. ആരോ എടുത്ത് നമ്മുടെ അതായത് എന്തിൽ വെച്ചു? ആവനാഴിയിൽ വെച്ചു. ഓക്കെ. ഇനി ഹെർമിറ്റ് ജോയ്ഫുള്ളി, വളരെ സന്തോഷത്തോടെ എന്താ രാജാവിനോട് പറഞ്ഞത്? നോക്കാം. എ ഡീഡ് വർത്തി ഓഫ് യു, എ ഷൈനിങ് എക്സാമ്പിൾ ഓഫ് കിങ്സ്, അല്ലേ? എന്താ പറഞ്ഞത്? താങ്കളുടെ ഈ ഒരു സ്തുത്യർഹമായ ഈ ഒരു പ്രവൃത്തി വളരെ നല്ലതാണ്, രാജാക്കന്മാർക്ക് ഇതൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവിനെ പുകഴ്ത്തി. അപ്പോഴോ എന്നിട്ട് അപ്പോൾ രാജാവ് എന്ത് പറഞ്ഞു?
ഐ ആം താങ്ക്ഫുൾ ഫോർ യുവർ ബ്ലെസ്സിങ്സ് അല്ലേ, നിങ്ങളുടെ അനുഗ്രഹത്തിനൊക്കെ നന്ദി എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഈ രണ്ട് സന്യാസിമാരെ എന്താ പറയുന്നത്? ഓ കിങ്, വി ആർ ഓൺ അവർ വേ ടു ഗ്യാദർ ഫയർവുഡ് ഹിയർ ഓൺ ദ ബാങ്ക്സ് ഓഫ് മാലിനി. യു മേ സീ ദ ഹെർമിറ്റേജ് ഓഫ് ഫാദർ കണ്വ, over which Shakuntala presides our guardian. Pray enter here and receive a welcome. അപ്പം എന്താ പറഞ്ഞത്? രാജാവേ, ഞങ്ങൾ വിറക് കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഈ മാലിനി നദിയുടെ തീരത്ത് ആണ് ആരുടെ? കണ്വ മഹർഷിയുടെ ആശ്രമമുള്ളത്. അവിടെ ആരുണ്ട്? ശകുന്തളയാണ് അതിൻ്റെ മേൽനോട്ടൊക്കെ വഹിക്കുന്നത്. അപ്പോൾ ആ ഒരു ആശ്രമം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം അവിടെ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അവിടുത്തെ ഒരു എന്താ പറയുക, ഗസ്റ്റായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ആതിഥ്യം സ്വീകരിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്ത്? ഈസ് ദ ഹെർമിറ്റ് ഫാദർ ദർ? അതായത് കണ്വ മഹർഷി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സന്യാസിമാരെന്താ പറഞ്ഞത്? നോ, he has left his daughter to welcome guests and has just gone to സോമതീർത്ഥ അല്ലേ. അപ്പം എന്താ പറഞ്ഞു? അവിടെ ഇല്ല, അതിഥികളെയൊക്കെ സ്വീകരിക്കുന്നത് മകളാണ്. അദ്ദേഹം മകളെ ഏൽപ്പിച്ചിട്ട് സോമതീർത്ഥത്തിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് എന്ത് പറഞ്ഞു? വെൽ, ഐ വിൽ സീ ഹർ. ഷീ ഷോൾ സീ മൈ ഡിവോഷൻ ആൻഡ് റിപ്പോർട്ട് ടു ദ സേജ് എന്ന് പറഞ്ഞാൽ സന്യാസിയാണ് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്? ശരി, ഞാൻ അവിടെ പോയിട്ട് ശകുന്തളയെ കണ്ടോളാം. അവൾ എൻ്റെ ഭക്തി ആരോട് പറയും? മഹർഷീനോട് പറയല്ലോ എന്ന് പറയും. ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ ആളില്ലെങ്കിൽ വന്നിട്ടുണ്ട് വെച്ചാൽ അവിടെ ആരാണെന്ന് വെച്ചാൽ അവരെ കണ്ടിട്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ അവർ അച്ഛൻ വരുമ്പോൾ പറയും അല്ലേ, തിരിച്ച് പറയും, അച്ഛാ ഇന്ന ആൾ വന്നിരുന്നു എന്നൊക്കെ നമ്മളോട് പറയില്ലേ. അതായത് നമ്മൾ പറയും. അതുപോലെ തന്നെ രാജാവ് അവിടെ പോയ വിവരമൊക്കെ ശകുന്തള അച്ഛൻ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് രാജാവ് ഇവരോട് പറഞ്ഞു, സന്യാസിമാരോട് പറഞ്ഞു. എന്നിട്ടോ അവർ എങ്ങോട്ട് പോയി? അവരുടെ വഴിക്ക് പോയി. ആര്? ഹെർമിറ്റ്സ്. അപ്പോൾ കിങ് സാരഥീനോട് പറഞ്ഞു, ചാരിറ്റിയറിന് പറഞ്ഞു, ഡ്രൈവ് ഓൺ, എ സൈറ്റ് ഓഫ് ദ പയേഴ്സ് ഹെർമിറ്റേജ് വിൽ പ്യൂരിഫൈ അസ്. അതായത് രാജാവിന് എന്ത് പറഞ്ഞു? അവരോട് പറഞ്ഞു, സാരഥിയോട് പറഞ്ഞു, ഓക്കെ, വേഗം രഥം ഓടിച്ചോളൂ, നമുക്ക് ആ പുണ്യാശ്രമത്തിൽ പോയിട്ട് ഒന്ന് ദർശനം സ്വീകരിക്കാം, അല്ലെങ്കിൽ ഒന്ന് അവിടെ പോയി കണ്ടിട്ട് അവിടുത്തെ ഒരു എന്താ പറയുക, നമുക്ക് പറയില്ലേ, ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം, അപ്പോൾ നമ്മളെയൊക്കെ അത് വളരെയധികം പ്യൂരിഫൈ ചെയ്യും, ശുദ്ധീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അപ്പോൾ ചാരിറ്റിയർ പറഞ്ഞു, യെസ് യുവർ മെജസ്റ്റി, അങ്ങനെയാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നു. ഓക്കെ, എന്നിട്ട് പിന്നെ എന്താ ഉണ്ടാവുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. കിങ് ലുക്കിംഗ് അബൌട്ട്. One would know without being told that this is the perfect of pious growth അല്ലേ. എന്നിട്ട് എന്താ പറയുന്നത്? അദ്ദേഹം പറയാണ്, എന്ത്? ഞാൻ അതായത് ഈ സാരഥീനോട് പറയുന്നു, ചുറ്റും നോക്കിയിട്ട് പറയാണ്, ആരും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത്? ഇതൊരു പുണ്യമായ ഒരു ആശ്രമത്തിൻ്റെ പരിസരമാണെന്ന്. അപ്പോൾ സാരഥി ചോദിക്കുക, അതെങ്ങനെയാ മനസ്സിലാവുന്നത്? ഹൗസോ? അപ്പോൾ രാജാവ് പറഞ്ഞു, ഡു യു നോട്ട് സീ വൈ ഹിയർ ആർ റൈസ് ഗ്രെയിൻസ് ഡ്രോപ്ഡ് ഫ്രം ദ ബിൽസ് ഓഫ് പാരറ്റ് ചിക്സ് beneath the trees, and the pounding stones were sticks. അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? നീ കാണുന്നില്ലേ, ഇതാ ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ട്? മരങ്ങൾക്ക് താഴെ ഈ തത്തക്കുട്ടികളുടെയൊക്കെ കൊക്കിൽ നിന്ന് വീണു പോയിട്ടുള്ള അരിമണികൾ, റൈസ് ഗ്രെയിൻസ്, പിന്നെ ബദാം എണ്ണ ചുറ്റി, അതായത് എന്താ പറയുക, പറ്റി പിടിച്ചിരിക്കുന്ന കല്ലുകളൊക്കെ ഉണ്ട്. നമ്മൾ അടുത്ത് ചെന്നാലും ഓടിപ്പോവാത്ത മാനുകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ലിറ്റിൽ ആൽമണ്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ബദാമിൻ്റെ ഓയിൽ, ആൻഡ് ട്രസ്റ്റ്ഫുൾ ഡീർ അല്ലേ, വിശ്വസ്തരായ മാനുകൾ, ദാറ്റ് ഡു നോട്ട് റൺ അവേ ആസ് വി ഡ്രോ നിയർ അല്ലേ, അടുത്തെത്തുമ്പോഴൊന്നും അവർ ഓടിപ്പോകുന്നില്ല. അപ്പം അത്രയും വിശ്വസ്തരായ അല്ലെങ്കിൽ അത്രയും
ആളുകളായിട്ട് ഇണങ്ങി ചെന്നിട്ടുള്ള ആരാണ്, മാനുകളൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് പറയണേ. ചാരിയോട്ടിയർ, ഇറ്റ് ഈസ് ഓൾ ട്രൂ. ശരിയാ, എല്ലാം സത്യമാണ്. കിങ്, ആഫ്റ്റർ എ വൈൽ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് രാജാവ് പറയാണ്, വി മസ്റ്റ് നോട്ട് ഡിസ്റ്റർബ് ദ ഹെർമിറ്റേജ്. സ്റ്റോപ്പ് ഹിയർ വൈൽ ഐ ഡിസ്മൗണ്ട്. ഡിസ്മൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. അപ്പോൾ എന്ത് പറഞ്ഞു, നമ്മൾ അവിടെ പോയിട്ട് അവരൊന്നും ഡിസ്റ്റർബ് ചെയ്യണ്ട, നീ ഇവിടെ വണ്ടി നിർത്തിക്കോ, ഞാനിവിടെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. എന്നിട്ടോ, ഹി ഡിസ്മൗണ്ട്സ് ആൻഡ് ലുക്സ് അറ്റ് ഹിംസെൽഫ്. വൺ ഷുഡ് വിയർ മോഡസ്റ്റ് ഗാർമെൻറ്റ്സ് ഓൺ എൻറ്ററിങ് എ ഹെർമിറ്റേജ്. ടേക്ക് ദീസ് ജ്വൽസ് ആൻഡ് ബോ. എന്ത് പറഞ്ഞു, സാരഥിയോട് പറഞ്ഞു. അയാൾ ഇറങ്ങി, അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ നോക്കി, ഒറ്റയ്ക്ക് നോക്കി. എന്നിട്ട് അപ്പോൾ രാജാവിന് എന്ത് തോന്നി, നമ്മൾ ഈ ആശ്രമത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇത്രയും ആടയാഭരണങ്ങളും ഇത്രയും ലക്ഷറി ആയിട്ടൊന്നും പോകാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയൊക്കെ അഴിച്ചിട്ട് ആർക്ക് കൊടുത്തു, നമ്മുടെ ചാരിയറ്റിയറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാനിതൊന്നും ഇട്ടിട്ട് അങ്ങോട്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ സാരഥി എന്ത് പറഞ്ഞു, യെസ് യുവർ മജസ്റ്റി, ശരി, അങ്ങനെ തന്നെ. എന്നിട്ട് രാജാവിൻ്റെ എന്ത് ചെയ്യാണ്, ഹെർമിറ്റേജ്, രാജാവ് നോക്കിയിട്ട് പറഞ്ഞു, ദി ഹെർമിറ്റേജ് വെൽ ഐ വിൽ എൻറ്റർ എന്ന് പറഞ്ഞിട്ട്, ഓ ഹെർമിറ്റേജ് എത്തി, ഇതാ ആശ്രമം, ഞാനിപ്പോൾ ഇതിനുള്ളിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീനങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ശകുന്തളയും അതുപോലെ തന്നെ ജാസ്മിൻ മയിൽ എന്ന് പറഞ്ഞാൽ മുല്ലവള്ളി. ശകുന്തളയും മുല്ലവള്ളിയുമാണ് പിന്നെ വരുന്നത്. അപ്പോൾ പിന്നെ ബിഹൈൻഡ് ദ സീൻ ആരാണ്, ഒരു സൗണ്ട് കേൾക്കുകയാണ് അല്ലേ. ബിഹൈൻഡ് ദ സീൻ എന്താ പറയുന്നത്, ദിസ് വേ ഗേൾസ്, ഇതാ ഇങ്ങോട്ട് വരൂ തോഴിമാരെ എന്ന് വിളിക്കാന്. അപ്പോൾ രാജാവ് ഇത് ലിസൺ ചെയ്തിട്ട് രാജാവ് പറയാണ്, എന്ത്, ഐ തിങ്ക് ഐ ഹിയർ സം വൺ ടു ദ റൈറ്റ് ഓഫ് ദ ഗ്രോ. അദ്ദേഹം പറയാണ്, ഈ വനത്തിൻ്റെ വലതുവശത്ത് ആരോ സംസാരിക്കുന്ന പോലെ കാണുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ അവിടേക്ക് ചുറ്റി നോക്കുകയാണ്. എന്നിട്ടോ എന്താ അദ്ദേഹത്തിന് മനസ്സിലായി, ഹിയർ ആർ ഹെർമിറ്റ് ഗേൾസ് വിത്ത് വാട്ടറിങ് പോട്ട്സ് അല്ലേ. എന്താ പറഞ്ഞേ, ഇവിടെയാണ് ഋഷി, എന്താ പറയുക, കന്യകമാർ അല്ലെങ്കിൽ ആ ഒരു മുനി കന്യകമാർ ഇവിടെ ഉണ്ട്. അവർ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് വാട്ടറിങ് പോട്ട്സായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ദേ ആർ കമ്മിങ് ഇൻ ദിസ് ഡിറക്ഷൻ ടു വാട്ടർ ദ യങ് ട്രീസ്. യങ് ട്രീസിന് അല്ലെങ്കിൽ ഈ തൈകളെയൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടി അവർ വരുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അദ്ദേഹം എന്ത് പറയുന്നത്, ഈ ഒരു തണലിലേക്ക് മാറി നിന്നിട്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. എന്നിട്ടോ അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്നിട്ട് ഇവരെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ശകുന്തളയും തോഴിമാരൊക്കെ ഇയാൾ ശ്രദ്ധിക്കുകയാണ് അവിടെ നിന്നിട്ട് കേട്ടോ. അപ്പം ഇനി ശകുന്തളയും തോഴിമാരും തമ്മിലുള്ള സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അനസൂയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു തോഴിയാണ്. ഇറ്റ് സീംസ് ടു മീ ഡിയർ that Father Kanno cares more for the hermitage trees than he does for you. You are delicate as a jasmine blossom, yet he tells you to fill the trenches above the trees. അതായത് ട്രെഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ എന്താ പറയുക, കുഴികൾ അല്ലേ. അപ്പോൾ ഈ അനസൂയ വിളെ ഇങ്ങനെ കളിയാക്കുകയാണ്. ഇറ്റ് സീംസ് ടു മീ ഡിയർ, അതായത് പ്രിയപ്പെട്ടവളെ, അതായത് ഇവിടെ ശകുന്തളയെ വിളിക്കുകയാണ്. എന്ത്, മുല്ലപ്പൂ പോലെ എന്താണ് വളരെ ബ്യൂട്ടിഫുള്ളായ നിന്നെ ഈ ആശ്രമത്തിലെ വൃക്ഷങ്ങളെ നനയ്ക്കാൻ വേണ്ടി നിൻ്റെ അച്ഛൻ പറഞ്ഞയച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അവൾ പറയുന്നതെന്ന് വെച്ചാൽ, നിന്നേക്കാളും പ്രിയപ്പെട്ടതാണ് ഈ കണ്ണു മഹർഷിക്ക് ഈ മരങ്ങളെ, ഈ ആശ്രമ വൃക്ഷങ്ങളെ എന്നാണ് പറയുന്നത്. അപ്പോൾ ശകുന്തള പറയാണ്, എന്ത്, ഓ ഇറ്റ് ഈസ് ഇൻ ഫാദേഴ്സ് ബിറ്റിംഗ്. എന്താ, ഐ ഫീൽ ലൈക്ക് എ റിയൽ സിസ്റ്റർ ടു ദം. അപ്പം എന്താ പറഞ്ഞത്, ഇതെൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല, ഇത് നനയ്ക്കണം എന്നൊന്നും അച്ഛൻ എനിക്ക് നിർദ്ദേശിച്ചിട്ടുള്ള അല്ല, ഇതൊക്കെ ഞാൻ നനയ്ക്കുന്നത് എനിക്ക് ഇവയോട് ഭയങ്കരമായ ഒരു സിസ്റ്റർ അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു സഹോദര സ്നേഹമുണ്ട്,
അതുകൊണ്ട് ഞാൻ നനയ്ക്കുകയാണ് നോക്കിയാണ് ശകുന്തള തിരിച്ച് പറഞ്ഞത്. അപ്പോൾ പ്രിയംവദ പറഞ്ഞു, അടുത്ത തോഴിയായ പ്രിയംവദ പറയാണ് എന്ത്, ശകുന്തള, വി ഹാവ് വാട്ടേഡ് ദ ട്രീസ് ദാറ്റ് ബ്ലോസം ഇൻ ദ സമ്മർ ടൈം. നൗ ലെറ്റ് us sprinkle those whose flowering time is past. That will be a better deed because we shall not be working for a reward. നമ്മൾ ഒരു എന്താ പറയുക, റിവാർഡ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം അല്ലേ, ഒരു പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ ഇതിനൊക്കെ നനയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, വേനൽക്കാലത്ത് പൂക്കുന്ന മരങ്ങളൊക്കെ നമ്മൾ നനച്ചു കഴിഞ്ഞു. ഇനി പൂക്കാത്ത മരങ്ങൾക്കും കൂടി വെള്ളം ഒഴിക്കാം എന്ന് പറയാണ്. അപ്പോൾ ശകുന്തള പറഞ്ഞു, വാട്ട് എ പ്രിറ്റി നോഷൻ, എന്തൊരു നല്ല ആശയം എന്ന് പറയാണ്. എന്നിട്ട് അവരങ്ങനെ ചെയ്യുന്നു, എല്ലാവർക്കും വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ കിങ് ആൻഡ് ദിസ് ഈസ് കണ്വാസ് ഡോട്ടർ. അപ്പോൾ കിങ്, രാജാവ് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്, ഒരു ഹൈഡ് ചെയ്തിരിക്കുന്നില്ലേ. അപ്പോൾ രാജാവ് പറഞ്ഞു, ഓ ഇതാണ് അവർ പറഞ്ഞ കണ്ണ് മഹർഷിയുടെ മകളായ ശകുന്തള എന്ന് അദ്ദേഹം സ്വയം പറയുന്നു കേട്ടോ. പിന്നെ ശകുന്തള എന്താ പറയുന്നത്, അത് കഴിഞ്ഞു. പിന്നെ വരുന്നത് ശകുന്തള മുന്നോട്ട് നോക്കി. ശകുന്തള, ഓ ഗേൾസ്, വാട്ട് ദാറ്റ് മാംഗോ ട്രീ ഈസ് ട്രൈങ് ടു ടെൽ മീ സംതിങ് വിത്ത് ദിസ് ബ്രാഞ്ചസ് ദാറ്റ് മൂവ്സ് ഇൻ ദ വിൻഡ് ലൈക്ക് ഫിംഗേഴ്സ്. ഐ മസ്റ്റ് ഗോ ആൻഡ് സീ ഹിം. അതായത് ശകുന്തള പറയുകയാണ് അവരുടെ അടുത്ത്, എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, തോഴിമാരെ, ഇതാ ഈ ഒരു മാവ് കാറ്റത്ത് ഇളകുന്ന അതിൻ്റെ ബ്രാഞ്ചസ് ആകുന്ന വിരലുകളൊക്കെ ഉണ്ട് അല്ലേ. അതിൻ്റെ വിരലെന്ന് ഇവിടെ പറയുന്നത് എന്തിനാ, ഈ ബ്രാഞ്ചസിനെ. അപ്പം ബ്രാഞ്ചസ് ആകുന്ന വിരലുകൾ കൊണ്ട് എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഞാനൊന്ന് അതിൻ്റെ അടുത്ത് ചെന്നിട്ട് നോക്കട്ടെ എന്ന് പറയാണ്. എന്നിട്ട് അവൾ അങ്ങോട്ട് പോവുകയാണ്. ഷി ഗോസോ. പ്രിയംവദ, ദർ ശകുന്തള സ്റ്റാൻഡ് റൈറ്റ് വേർ യു ആർ എ മിനിറ്റ്. അതായത് അവളോട് പറയാണ്, പ്രിയംവദ പറയാണ്, ശകുന്തളെ നീ അവിടെ തന്നെ അല്പം നേരം നിൽക്കുക, ഒരു മിനിറ്റോ, ആ മിനിറ്റ് നീ അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ ശകുന്തള ചോദിച്ചു, വൈ, എന്തിന്? ഓ പ്രിയംവദ പറയാണ്, എന്താ പറയുന്നതെന്നറിയോ, വെൻ ഐ സീ യു ദർ, ഞാൻ നിന്നെ അവിടെ കാണുമ്പോൾ, ഇറ്റ് ലുക്സ് ആസ് ഇഫ് എ വൈൻ ബേർ ക്ലൈംബിങ് ടു ദ മാംഗോ ട്രീ. എന്താണ്, ഒരു ആ മാംഗോ ട്രീയിൽ ഒരു വള്ളിച്ചെടി ചുറ്റി നിൽക്കുന്ന പോലെ തോന്നുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അനസൂയ എന്ത് പറയുന്നു, അനസൂയ പറയണേ, ഓ ശകുന്തള, ഹിയർ ഈസ് ദ ജാസ്മിൻ വൈൻ ദാറ്റ് യു നെയിംഡ് ലൈറ്റ് ഓഫ് ദ ഗ്രോവ്. ഷീ ഹാസ് ചൂസൺ ദി മാംഗോ ട്രീ ആസ് എ ഹസ്ബൻഡ്. അപ്പോൾ അനസൂയ പറഞ്ഞു, ശകുന്തളെ, നീ ലൈറ്റ് ഓഫ് ഗ്രോവ്, അതായത് വനജോത്സ്ന എന്ന് പേരിട്ട ഈ ഒരു മുല്ലവള്ളി ഉണ്ടല്ലോ, ഈ മുല്ലവള്ളി ആ തൈമാവിനെ അല്ലെങ്കിൽ ആ ഒരു മാവിനെ അതിൻ്റെ ഭർത്താവായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശകുന്തള പറയണേ, നിന്നെ എന്തിനാണ് ഇങ്ങനെ എല്ലാവരും മുഖസ്തുതി പറയുന്ന ആളെ എന്ന് വിളിക്കുന്നത് എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി എന്ന് പറയണേ. അതായത് ശകുന്തള പറഞ്ഞു, എന്ത്, ഐ സി വൈ ദേ ഓൾ കോൾ യു എ ഫ്ലാറ്ററർ. അതായത് പുകഴ്ത്ത്, അങ്ങനെ മുഖസ്തുതി പറയുന്ന ആളെന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ കിങ്, ബട്ട് ദ ഫ്ലാറ്ററി ഈസ് ട്രൂ അല്ലേ. അപ്പോൾ ആ പുകഴ്ത്തി പറഞ്ഞ ആൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഹർ ആംസ് ആർ ടെൻഡർ, അതായത് ആംസ് ആർ ടെൻഡർ ഷൂട്ട്സ്, അതായത് വളരെ തളിര്, വളരെ ഇളയതായിട്ടുള്ള കൈകൾ, ഭയങ്കര ലോലമായ മൃദുലമായ കൈകളാണ്. ഹർ ലിപ്സ് ആർ ബ്ലോസം, ഇത് ബ്ലോസം റെഡ്, അതായത് ചുണ്ടുകളൊക്കെ നല്ല എന്താ പറയുക, ചുവന്ന് തുടുത്ത ചുണ്ടുകളാണ്. ആൻഡ് വാം, ദെൻ ബെവിച്ചിങ് യൂത്ത് ബിഗിൻസ് ടു ഫ്ലവർ അല്ലേ, ആരെയും ആകർഷിക്കുന്ന ഒരു യുവത്വം ഉള്ള അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു എന്താ പറയുക രൂപമാണ് ശകുന്തളയുടേത്, അതായത് അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞു, അവളുടെ കൈകൾ മൃദുലമായ തളിരുകളാണ്, പിന്നെ ചുണ്ടുകളാണെങ്കിലോ ചുവന്നതും ഊഷ്മളവുമായ ഒരു പൂവിനെ പോലെയാണ്. അത്രയും ഭയങ്കര വശ്യമായിട്ടുള്ള ഒരു യുവത്വം തുളുമ്പുന്ന ഒരു കുട്ടിയായിട്ടാണ് ശകുന്തളയെ രാജാവ് പറയുന്നത്.
ഇനി ശകുന്തള എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ പോയിട്ട് വളരെ ഹാപ്പി ആയിട്ട് നോക്കി നിൽക്കുകയാണ്. വാട്ട് എ പ്രിറ്റി പെയർ ദേ മേക്ക്. The jasmine shows her youth in her flesh flowers. The mango tree shows his strength in his ripening fruits. അല്ലേ? അപ്പോൾ എന്താ ശകുന്തള പറഞ്ഞത്? ശകുന്തള പറയുന്നത് ഇവരെ എത്ര മനോഹരമായ ഒരു പെയറാണ്, ഒരു ജോഡിയാണ്. അതായത് പൂ ഈ മുല്ലവള്ളി അണിച്ചാൽ അതിൻ്റെ പുഷ്പങ്ങളെല്ലാം, അതിൻ്റെ ആ ഒരു പൂക്കൾ കൊണ്ട് അതിൻ്റെ ഒരു യുവത്വം അത് കാണിക്കുന്നു, പ്രൂവ് ചെയ്യുന്നു. അതേപോലെ തന്നെ റൈപ്പനിങ്, പഴുക്കാനായിട്ടുള്ള അതിൻ്റെ ഫ്രൂട്ടുകളുണ്ട്, ആ മാവും അതിൻ്റെ ശക്തി കാണിക്കുന്നു എന്ന് പറയാം. എന്നിട്ട് രണ്ടുപേരെയും ഗേസ് ചെയ്യുക, തുറിച്ച് നോക്കുക, അല്ലെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആര്? ശകുന്തള. അപ്പോൾ അനസൂയ പറയാം, ലുക്ക് ശകുന്തള, ഹിയർ ഈസ് ദ സ്പ്രിംഗ് ക്രീപ്പർ ദാറ്റ് ഫാദർ കണ്ണ tended with his own hands just as he did you. You are forgetting her. അതായത് എന്താ അനസൂയ ഇപ്പോൾ പറഞ്ഞത്? അനസൂയ പറയുന്നത്, ശകുന്തളയെ നോക്ക്, നിന്റെ അച്ഛൻ നിന്നെപ്പോലെ തന്നെ വളരെയധികം പരിപാലിച്ചിരുന്ന ഒരു ക്രീപ്പർ, അതായത് ഒരു വള്ളി, അത് ഇത് നീ എന്താ ഇത് മറന്നുപോയോ എന്ന് ചോദിക്കാൻ. അപ്പോൾ ശകുന്തള അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഭയങ്കര ഹാപ്പിയോടുകൂടെ അവൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറയാം, വണ്ടർഫുൾ വണ്ടർഫുൾ പ്രിയംവദ, ഐ ഹാവ് സംതിങ് പ്ലസൻറ്റ് ടു ടെൽ യു. നിന്നോട് എനിക്കൊരു സന്തോഷമായ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയംവദ ചോദിച്ചു, വാട്ട് ഈസ് ഇറ്റ് ഡിയർ? എന്താണത്? അപ്പോൾ ശകുന്തള പറഞ്ഞു, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് സീസൺ ബട്ട് ദ സ്പ്രിംഗ് ക്രീപ്പർ ഈസ് കവേർഡ് വിത്ത് ബഡ്സ് ഡൗൺ ടു ദ വെരി റൂട്ട്. അതായത് താഴെ വേര് തൊട്ടിട്ട് അത് പുഷ്പിച്ചിരിക്കുന്നു, അതിന് ഫുള്ള് പൂക്കാനുള്ള മൊട്ടുകളാണെന്ന് പറയാം. അപ്പോൾ അവർ രണ്ടുപേരും ഓടിച്ചെന്നിട്ട് പറയാം, ആ സത്യമാണോ എന്ന് പറഞ്ഞു. അപ്പോൾ ശകുന്തള, ഓഫ് കോഴ്സ്, കാണ്ട് യു സീ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്നും കാണാനില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് പ്രിയംവദ ലുക്കിംഗ് അറ്റ് ജോയ്ഫുള്ളി, ഭയങ്കര ഹാപ്പി ആയിട്ട് പറയാണ്, ആൻഡ് ഐ ഹാവ് സംതിങ് പ്ലസൻറ്റ് ടു ടെൽ യു, യു ആർ ടു ബി മാരീഡ് സൂൺ. അപ്പോൾ പ്രിയംവദ പറഞ്ഞു, എനിക്ക് നിന്നോടും ഒരു സന്തോഷമായ കാര്യം പറയാനുണ്ട്. എനിക്ക് തോന്നുന്നത് നീ പെട്ടെന്ന് മാരി ചെയ്യും എന്നാണ്. അതായത് എന്ത് പറഞ്ഞു? നിന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും? നീ കല്യാണം കഴിക്കും ഇപ്പോൾ പെട്ടെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിൽ ആര് പറഞ്ഞു? നീ പെട്ടെന്ന് വിവാഹിതയാകാൻ പോകുന്നു എന്ന് പ്രിയംവദ പറഞ്ഞു. അപ്പോൾ അനസൂയ പറഞ്ഞു, പ്രിയംവദ, ദാറ്റ് ഈസ് വൈ ശകുന്തള വാട്ടർ ദ സ്പ്രിംഗ് ക്രീപ്പ് സോ ലവ്ലി. അല്ലേ? അപ്പം എന്ത് പറഞ്ഞു? അതുകൊണ്ട് തന്നെയാണ് നീ ശകുന്തള ഇത്രയും സ്നേഹത്തോടെ ഈ ഒരു ക്രീപ്പറിന് വെള്ളമൊഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ശകുന്തള പറഞ്ഞു, എന്താ പറഞ്ഞത്? ഷീ ഈസ് മൈ സിസ്റ്റർ, വൈ ഷുഡിൻറ്റ് ഐ ഗീവ് ഹർ വാട്ടർ. എന്താ പറഞ്ഞത്? ഷീ ഈസ് മൈ സിസ്റ്റർ, അവൾ എൻ്റെ സഹോദരിയാണ്. വൈ ഷുഡിൻറ്റ് ഐ ഗീവ് ഹർ വാട്ടർ, ഞാൻ എന്തിനാ അതിന് വെള്ളം ഒഴിക്കാതിരിക്കണം? ആ ചെടി എൻ്റെ സിസ്റ്ററാണ് എന്നുള്ള രീതിയിൽ അവൾ പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു? പിന്നെ കാണിക്കുന്നത് ദി ബി അറ്റാക്സ്, ഒരു വണ്ട് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ് ആ ഒരു സീനാണ്. അപ്പം ശകുന്തള, ഓഹോ, എ ബി ഹാസ് ലെഫ്റ്റ് ദ ജാസ്മിൻ വൈൻ ആൻഡ് ഈസ് ഫ്ലൈയിങ് ഇൻ ടു മൈ ഫേസ്. എന്താ പറഞ്ഞത്? ശകുന്തള പറയണ, അയ്യോ തോഴിമാരെ ഓടി വരൂ, ഒരു വണ്ട് വന്നിട്ട് എൻ്റെ മുല്ലവള്ളിയിൽ നിന്ന് നേരെ എൻ്റെ മുഖത്തേക്കാണ് വരുന്നത്, എന്നെ ഒന്ന് രക്ഷിക്കൂ, ഈ വണ്ടിൽ നിന്ന് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞവരൊക്കെ വിളിച്ച് പറയണം കേട്ടോ. അപ്പോൾ അനസൂയയും പ്രിയംവദയും ചിരിച്ചുകൊണ്ട് പറയണേ, ഹൂ ആർ വി ടു സേവ് യു, ഞങ്ങളാരാ നിന്നെ രക്ഷിക്കാൻ? കോൾ അപ്പോൺ കിങ് ദുഷ്യന്ത, രാജാവായ ദുഷ്യന്തനെ വിളിക്ക്. ഹീ ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ ഗ്രോ. അതായത് അദ്ദേഹമാണ് ഈ ഒരു വനത്തിൻ്റെ സംരക്ഷകൻ അല്ലെങ്കിൽ പ്രൊട്ടക്ടർ. അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് കാര്യമില്ല, രാജാവിനെ നീ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലേ അവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാഠഭാഗം. ഇതെല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ പോസ്റ്റ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞ് എത്രയും വളരെ രസകരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, എക്സാമാണ് വരുന്നത്. ആരും ഇതിനൊരു സില്ലിയായിട്ട് എടുക്കരുത്. വളരെ നന്നായിട്ട് ഇപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ.
ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഓക്കെ.